ഇല്ല ഗൈസ്, ഒരു പരിപാടി ഇല്ലാതെ ചുമ്മാ കുത്തിയിരുന്നപ്പോൾ ചേച്ചി വന്ന് ചേച്ചി ഒരു സാധനം വാങ്ങാറുണ്ട്, വാലന്റൊക്കെ വാങ്ങാൻ പോവാന്ന് പറഞ്ഞു ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് കണ്ട ഞാനത് അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റ് നിൽക്കും പോലെയാണ്. പക്ഷേ ഏറ്റവും വലിയ സത്യം തന്നെ ഈ ബലരാത്ത ക്യൂറസിലാണ് വന്നത് ഗൈസ്. ഇതിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ വാരിയിട്ട് ഈ ചൂടത്ത്. പക്ഷേ എ സി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ടപ്പോഴാണ് ഗൈസ് വല്ല അണ്ടിപ്പരിപ്പായിട്ട് ജനിച്ചാന്ന് വിചാരിച്ചു. കാരണം അമ്മാതിരി ഡെക്കറേഷനിലാണ് അതിനെ വെച്ചിരിക്കുന്നത് അവിടെ. നെറ്റിനെ വാലില്ലല്ലോ, പിന്നെന്ത് വാൽ നെട്ടെന്ന് പറയുന്നത്. എങ്ങനെ ഞാൻ അവിടെ ചളിയൊക്കെ അടിച്ചോണ്ടിരുന്നപ്പോൾ കേസ് ഒരു ആപ്പിളിനൊക്കെ 5 ആപ്പിളിനെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ട്രെൻഡ്സിൽ വഴി കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങാൻ വേണ്ടി അവിടെ നിന്നാണ് ചേച്ചി ഈ ടീഷർട്ടൊക്കെ എടുത്ത് ചേച്ചി ട്രെയിലിന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ണാടി നോക്കി പട്ടിച്ച് കൊണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജലദോഷം വേണ്ടി അവിടുത്തെ എ സിയിൽ അടിച്ച് ഞാൻ തുമ്മി ഉപ്പാട് വന്നിരിക്കണം ഗൈസ്. ഈ ഗേൾസിനൊക്കെ കുറെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സിനുണ്ട്. ബോയ്സിനൊന്നും ഈ സ്റ്റുഡിയോയിലെ ട്രെൻഡ്സിലൊന്നും നല്ല ഭംഗിയുള്ള ഡ്രസ്സൊന്നും ഇപ്പൊ കിട്ടാനില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അപ്പുറത്തെ ബേക്കറി പോയപ്പോഴാണ് ഗൈസ് ഈ പണ്ടത്തെ മുട്ടായി ഉണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച് ഞാൻ 2-3 വാങ്ങി. പിന്നെ നമ്മൾ കുറച്ച് കേക്ക് വാങ്ങിയായിരുന്നു ഗൈസ്. എന്നിട്ട് വീട്ടിൽ വന്ന് ആ കേക്ക് കഴിച്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. ഓക്കെ ബൈ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.